ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈല് 1, 2 എന്നുള്ള 2 കാർഡ്സാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റോൺ കൂടി വെക്കാം. ഫസ്റ്റ് വൺ നമുക്ക് സിട്രൈൻ ക്രിസ്റ്റൽ വയ്ക്കാം. രണ്ടാമത്തേത് ബ്ലാക്ക് സ്മോക്കി കോഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറോ 1, 2 എന്ന് പറയുന്ന ആ ഒരു നമ്പറോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഇൻറ്റ്യൂഷനോട് കൂടി പൈല് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് അറിയേണ്ടത് ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് ഈ പേഴ്സണ് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ വളരെയധികം വിജയിച്ച ഒരു പേഴ്സൺ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മാൻ ഓർ വുമൺ ആണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓർ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ കാഴ്ചയിൽ നിങ്ങൾ അവിടുത്തെ എല്ലാമാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലെ ഓൾ ഇൻ ഓൾ ആണ് നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിയെ വളരെയധികം അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കണ്ടപ്പോൾ വ്യക്തിക്ക് വളരെയധികം ഹാപ്പിനെസ് ആണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ കാണേണ്ടിയിരുന്ന ഒരു വ്യക്തി ഇതാണ്, നേരത്തെ തന്നെ കാണേണ്ടതായിരുന്നു ഈ പേഴ്സണെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ 4 of Wands എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇതൊരു മാരേജ് മെറ്റീരിയലാണ്. നിങ്ങൾ മാരേജ് മെറ്റീരിയലാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം ഒരു ദൃഢതയുണ്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോഴും വളരെയധികം ഷാർപ്പായിട്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. പറയുന്ന വാക്കുകൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഈ വ്യക്തിയെ, അതായത് നിങ്ങളെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലും വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കുറച്ചുകൂടി നേരത്തെ നിങ്ങളെ കാണേണ്ടിയിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റും ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡീലിങ്സിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ പകുതിക്ക് വെച്ച് എൻഡായി പോവോ, ഇത് നിലനിൽക്കുന്നൊരു ബന്ധമാണോ എന്നൊക്കെയുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു വിശ്വാസക്കുറവ്, ചിലപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനി അറിയാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേബിളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഈ വ്യക്തിക്ക് എന്തായാലും ഉണ്ട്. എനിവേ രണ്ടുപേരും വളരെയധികം മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, അതാണ് കറക്റ്റ് വേർഡ് എന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും വളരെയധികം മോശപ്പെട്ട സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുണ്ട്. പലധികം ട്രാൻസ്ഫോർമേഷൻ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. കുറേ ലേണിങ്സ്, കുറേ ടീച്ചിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരും കൂടി ഇൻവോൾവഡ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ ഒരുപാട് പിണക്കങ്ങൾ, നിങ്ങൾ പിണങ്ങുമ്പോൾ ആ വ്യക്തി വളരെയധികം ഫീൽ ആവുന്നു, ആ വ്യക്തി പിണങ്ങുമ്പോൾ നിങ്ങൾക്ക് എനർജി നഷ്ടപ്പെടുന്നു. അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ്, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട്. അതാണ് 10 of Swords എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്, ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ എൻഡായിപ്പോയിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പ്, വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ്
കടന്നു പോയിട്ടുണ്ട് ഷുവർ. അതിൻ്റെ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. 3 of Wands എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് ഡിവൈനായിട്ട് തന്നെ ഒരാളെ അയച്ചതായിരിക്കാം. അതായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ആകെ തകിടം മറിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ 9 of Wands എന്ന് പറയുന്ന ഒരു കാർഡ് ഈ പറഞ്ഞതുപോലത്തെ സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഒരുപാട് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് അവസ്ഥകളിലൂടെ റിലേഷൻഷിപ്പ് കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും നല്ല രീതിക്ക്. ഇപ്പോൾ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനും സൗന്ദര്യപ്പിണക്കും ഒക്കെ ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നല്ല രീതിയിലേക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിയോട് നിങ്ങൾക്കുള്ള അതികഠിനമായിട്ടുള്ള ഒരു ഇഷ്ടം മാത്രമാണ്. ഇനി ഇപ്പോൾ ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഹീലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് മുറിവുകൾ പരസ്പരം ഉണ്ടായിട്ടുണ്ട്. അത് ഈ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ടോക്സിക് ആണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ മാനസികാവസ്ഥ ഈ വ്യക്തി കാണുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇവിടെയുണ്ട്. ആ വ്യക്തി പറയുന്നതാണ് കാര്യം. അല്ലെങ്കിൽ കുറച്ച് ഈഗോയുള്ളൊരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളെ നിഷ്കരണം വേണ്ടാന്ന് വെക്കാൻ കെൽപ്പുള്ള പേഴ്സൺ പല പ്രാവശ്യം നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു വെട്ട് മുറി രണ്ട് അങ്ങനത്തെ സ്വഭാവം. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം തോന്നിയിട്ട് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഒരു റീബർത്ത് എന്ന് പറയുന്ന കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സ്നേഹം തോന്നിയിട്ടാണ്, സഹതാപം തോന്നിയിട്ടാണ് നിങ്ങളടുത്തേക്ക് വ്യക്തി വരേണ്ടത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചുറ്റും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ആ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏകാന്തവാസം, ഒറ്റപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ്. കാരണം നിങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ടായിരിക്കാം. കുറച്ചു കാലം സ്വസ്ഥമായിട്ടിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ നിങ്ങൾ അതിനേക്കാളും ഭേദം ഇതുതന്നെയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് മാറി നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ്റെ കഠിനമായിട്ടുള്ളൊരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ മറികടക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം വളരെ വിഷമമുള്ള സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ട്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുറത്തു കൊടുക്കുകയാണ്. ഈ ഒരു പേഴ്സണെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബൗൺസും നിങ്ങൾ സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ബർഡനായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പറ്റിക്കുന്ന പണിയാണോ എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പറ്റിക്കുവാണോ, ഇതൊരു ഫ്ലർട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷെ ആ വ്യക്തി അത് പ്രകടിപ്പിക്കുന്ന ആ ഒരു രീതി വ്യത്യസ്തമാണ്. ആദ്യ കാഴ്ചയിൽ വളരെ നല്ല റിലേഷൻഷിപ്പായിരുന്നു. ഇനി പേഴ്സൺ നെയിം എന്ന് പറയുന്നത് PZVO എന്ന് കിട്ടിയിട്ടുണ്ട്. J എന്നാണ് കിട്ടിയിട്ടുള്ളത്. Q എന്ന് കിട്ടിയിട്ടുണ്ട്. W H എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ പേഴ്സൻ്റെ ക്ലൂസ് എടുക്കാം. ഇവിടെ സൺഡേ എന്ന് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് സൺഡേ ആയിരിക്കാം. ചിലപ്പോൾ ചർച്ചിൽ വെച്ചിട്ടായിരിക്കാം, ദേവാലയത്തിൽ വെച്ചിട്ടായിരിക്കാം. ഇവിടെ ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. 12 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 56 ഏജ് ആവാം. ഷോർട്ട് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട്. 10 എന്നൊരു ഡേറ്റ് ഓർ ബർത്ത് മന്ത് ആവാം. ഒക്ടോബർ മന്ത് ആവാം. ലോങ് ഹെയർ, വെർഗോ, 24, 26 ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, ഏജ് ആവാം. മെയ് മന്ത് 20 ഇമ്പോർട്ടൻ്റ് ആണ്. 8 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മലപ്പുറം എന്ന സ്ഥലം കിട്ടിയിട്ടുണ്ട്, വയനാട് ആൻഡ് ബാംഗ്ലൂർ. അപ്പോൾ 3 പ്ലേസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആകാൻ പറ്റുമെന്നുണ്ടോ എന്നുള്ളത് നോക്കുക.
ഇനി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ വ്യക്തി നിങ്ങളുടെ ആരായിരുന്നു എന്നുള്ളത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. ഇവിടെ ലോസ് ഓഫ് പവർ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നേരത്തെയും നിങ്ങളെ ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും പാസ്റ്റ് ലൈഫിൽ. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോസ് ആൻഡ് സബോർഡിനേറ്റ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും പാസ്റ്റിലും നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇത് ഏതായാലും ഒരു ചെയിൻ പോലെ തന്നെ ഈ ഒരു ലൈഫിൽ ഇനി തിരിച്ചു ആവാട്ടോ, നിങ്ങൾ ആ വ്യക്തിയെ ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ലവേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞാലും ഇതുപോലെ ബോസ് ആൻഡ് സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ട് പറഞ്ഞാലും ചിലപ്പോൾ ഇതുപോലെ തിരിച്ചുകൊണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊരു കർമ്മ പോലെ തന്നെ ഈ ഒരു ജീവിതത്തിലേക്കും വന്നിട്ടുള്ളതായിരിക്കാം. ഇവിടെ 26 എന്ന് പറയുന്നൊരു നമ്പറും അതുപോലെ തന്നെ 8 എന്ന് പറയുന്നൊരു നമ്പറും നിങ്ങൾക്ക് വളരെയധികം റീസണേറ്റ് ആയിരിക്കാം. 26 ഒരു പക്ഷേ നിങ്ങളുടെ ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. 8 എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. ഇവിടെ പാസ്റ്റ് ലൈഫിലും നിങ്ങളോ ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കൺട്രോൾ ചെയ്തിരുന്നു ഇതുമാതിരി തന്നെ എന്നുള്ളൊരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും അതുപോലെ തന്നെ സ്നേഹത്തിനും നന്ദി പറയുന്നു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഹൈ പൈൽ നമ്പർ 2 സെക്കൻഡ് പൈലായിട്ട് വെച്ചിരിക്കുന്നത് സ്മോക്കി കോട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആ പേഴ്സണ് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു വഴക്കാളിയാണെന്ന് വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായത് ചിലപ്പോൾ വളരെ ഉടക്കായിരിക്കാം ആദ്യം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ വ്യക്തി ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ദേഷ്യക്കാരനോ ദേഷ്യക്കാരിയോ ഒക്കെയാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ക്യൂട്ടാണ് എന്നുള്ള ഒരു ധാരണയായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുക. അതിന് വിപരീതമായിട്ടായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ച് റൂഡായിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഞാൻ വിചാരിച്ച അത്രയ്ക്ക് പാവമൊന്നുമല്ല, അങ്ങനെയാണ് ഈ പേഴ്സണിന് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് നല്ല വാക്ചാതുര്യമുണ്ടും നിങ്ങൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതുമാതിരി തന്നെ എല്ലാവരെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഹാപ്പി ആണെന്നായിരിക്കും ഈ പേഴ്സൺ ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കുറച്ച് ജാട അങ്ങനെയൊക്കെയുള്ള ഗമയുള്ള ആളാണ് എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സും ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ. പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങളുടെ ആ ഒരു ഫേസ് ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ, ഒരു ഹാൻസം ആണ് എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള പരിചയത്തിൽ നിന്നും പിന്നീട് വന്നിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഒട്ടും സന്തോഷമില്ലാത്ത ഒരാളാണെന്നുള്ളത് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. ഏസസ് ഫേഡ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് ചില സത്യങ്ങളെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുഖത്ത് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം ദുഃഖമാണ് എന്നുള്ള സത്യം വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ വെറുതെ സന്തോഷം ആക്ട് ചെയ്യുമായിരുന്നു എന്നുള്ളതായിരിക്കാം ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ പറയുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഈ വ്യക്തിയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി അതൊരു സന്തോഷമായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ എപ്പോഴും മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില പേര് ചിലപ്പോൾ സംസാരത്തിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ കോൾ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം. അപ്പോഴും ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുള്ളത് ഒരു ഫോട്ടോ ആയിരിക്കാം. ആ ഒരു ഫോട്ടോയും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.
ചിലപ്പോൾ ആ വ്യക്തി ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഈ വ്യക്തി ഗസ് ചെയ്തതും ആവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം അടുത്തിട്ടുണ്ടായിരിക്കാം, ഫിസിക്കലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് നൽകണം, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന സത്യമാണ്. പക്ഷേ ആദ്യം നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് റിലേഷൻഷിപ്പ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനകത്ത് ഒരടി മുന്നോട്ട് പോയിട്ടില്ല. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോഴും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ചിലപ്പോൾ പിണങ്ങിയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അതിനെ തൊട്ട് കളിക്കുന്നത് കുറച്ച് കൈ പൊള്ളലുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പരസ്പരം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, സ്നേഹിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളത്. ഈ വ്യക്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെയായി പോയി എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ആ വ്യക്തിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഈ വ്യക്തിയെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ ചിലപ്പോൾ വേറൊരാൾ പിടിച്ചു വലിച്ച് നിങ്ങളിൽ നിന്നും അടർത്തിക്കൊണ്ട് പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു കോളില്ല, ഒരു ടെക്സ്റ്റ് ഇല്ല, വളരെ നല്ല രീതിയിൽ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഈ വ്യക്തി അപ്രത്യക്ഷമായി പോയതും ആവാം. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഒരു റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയും ഒത്തൊരു സെലിബ്രേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് കൂടിച്ചേരണം, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യണം, സന്തോഷിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നമുക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ എന്ന് കിട്ടിയിട്ടുണ്ട്. ഹീലിങ്ങിൻ്റെ ആർക്കേഞ്ചലാണ്. ചിലപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഹീലർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. 24 എന്ന് പറയുന്ന ഒരു ഏജ് ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ജൂൺ മന്ത് നിങ്ങൾ ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇവിടെ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരേ കോളേജ്, ഒരു സ്കൂൾ ഇത് പഠിച്ചപ്പോൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ടീച്ചറായിരിക്കാം. ചിലപ്പോൾ അന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊരു ടീച്ചറിനെ പോലെ നിന്നുകൊണ്ട് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ വഴക്ക് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പേഴ്സണൽ നെയിം KGLT എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. O എന്ന് കിട്ടിയിട്ടുണ്ട്, H എന്ന് കിട്ടിയിട്ടുണ്ട്, N, D എന്ന് കിട്ടിയിട്ടുണ്ട്, F എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ക്ലൂസ് എടുക്കാം. ഇവിടെ ഫെബ്രുവരി മന്ത് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 53 നിങ്ങൾ ഏജ് ആവാം, പെർസെൻറ്റേജ് ആവാം. 57 കിട്ടിയിട്ടുണ്ട്. മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 20 ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. 8 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 26 ഏജ് ആവാം. 36 ആൻഡ് 23, 21.
ബ്രദർ, ഇവിടെ കാസർഗോഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. പ്ലേസ് ആണ് തിരുവനന്തപുരം ആൻഡ് മലപ്പുറം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം അങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റീസേറ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.